ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു ബ്രെഡ് വെച്ചിട്ട് 2 പോക്കറ്റ് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 8 പീസ് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. 8 പീസ് വെച്ചിട്ട് 14 പോക്കറ്റ് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ബ്രെഡിൻ്റെ 4 സൈഡും കളഞ്ഞിട്ടെടുക്കുക. ഈ ഒരു ബ്രൗൺ പോർഷൻ ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബ്രൗൺ പോർഷൻ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇതിലേക്കുള്ള ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്താൽ മതിയാകും. ബ്രെഡ് മൊത്തത്തിൽ ഇവിടെ 4 സൈഡും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ടയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പീസ് ബ്രെഡ് എടുക്കുക. ആ ഒരു മുട്ടനെ മിക്സിൽ നല്ലപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും നല്ലപോലെ കോട്ട് ചെയ്തിട്ടെടുക്കുക. ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ബ്രെഡും ഇതേ രീതിയിൽ അങ്ങ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇത് ഇപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കണ്ട. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ അഥവാ 500 ഗ്രാം ചിക്കൻ ഇതുപോലെ നീളത്തിൽ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. മുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചിക്കൻ ഒന്ന് വൈറ്റിഷ് കളറായി വരട്ടെ. ഈ രീതിയിൽ ചിക്കനൊക്കെ മൊത്തത്തിൽ വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വേണം തീ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അടച്ച് വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ തന്നെ ഈ ഒരു ചിക്കനൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ട് വരും. തീ ഒരിക്കലും കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. 1 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ വെള്ളം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വറ്റി കിട്ടും. ഇതായ രീതിയിൽ ഒരു 1/4 ഭാഗത്തോളം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചെടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആവശ്യമായിട്ടുണ്ട്. എല്ലാം 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഒരു സവാളയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് ഈ ഒരു ചിക്കനിലങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ക്യാരറ്റ് സവാള ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കാബേജും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും 1/2 കപ്പ് അളവിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒത്തിരി വെജിറ്റബിൾസ് ആയി പോകരുത്. ചിക്കൻ എടുക്കുന്ന അതേ അളവിൽ വേണം എടുക്കാനായിട്ട്. എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞാൽ അടച്ച് വെച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 8 മിനിറ്റോടെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഈ ഒരു ബട്ടറിൽ നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത്രയും മതിയാകും. ഇതുപോലെ കളറും ചേഞ്ചായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബട്ടറിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ മൈദ ബട്ടറിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്നിച്ച് ചേർക്കണ്ട. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ ഒട്ടും കട്ട പിടിക്കാതെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മൈദ കട്ട പിടിക്കാതെ മിക്സ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പാലും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയാകും. നല്ലപോലെ അരിച്ചെടുത്താൽ ഒട്ടും കട്ടയില്ലാതെ മൈദ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
ഇതാ ഈ ഒരു രീതിയിൽ മൈദയൊക്കെ പാലിൽ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. പിന്നെ ഇതിലുള്ള തരികളെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതിൻ്റെ ആ ഒരു തരികളാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനും കൂടെ ചേർക്കാം. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1.5 ടീസ്പൂൺ വരെ ചേർക്കാവുന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സോസ് ഈ ഒരു രീതി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി കട്ടിയായി പോകരുത്, കുറച്ച് ലൂസായിട്ടുള്ള സോസ് വേണം കിട്ടാനായിട്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കനും അതുപോലെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്തുള്ള വെജിറ്റബിൾസ് ഒത്തിരി വെന്ത് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഈ ഒരു രീതിയിൽ ഒത്തിരി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിലേക്ക് റെഡിയാക്കി എടുത്തുള്ള ആ ഒരു വൈറ്റ് സോസ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ്ഡ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ചീസ് എന്തായാലും ചേർക്കണം, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു ചീസ് ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ചീസൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ഫില്ലിങ് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊസല ചീസാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ഒരു തിക്നെസ്സിൽ വേണം ഈ ഒരു ഫില്ലിങ് കിട്ടാനായിട്ട്. ഒത്തിരി ലൂസായിട്ട് പോകരുത്, അധികം ടൈറ്റായിട്ടും വരരുത്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് വരികയും ചെയ്യും. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു പോക്കറ്റ് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ 2 സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. എല്ലാ ബ്രെഡും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോക്കറ്റ് ആക്കാൻ നോക്കാം. ഇതുപോലെ ഒരു പീസ് ബ്രെഡ് എടുക്കുക, എന്നിട്ട് നടുവിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കിൻ്റെ ബേക്ക് വെച്ചിട്ട് ഈ രീതിയിൽ അങ്ങ് വിടിച്ചെടുത്താൽ നല്ല പോലെ പോക്കറ്റായിട്ട് കിട്ടും. പിന്നെ താഴ് ഭാഗത്ത് തട്ടുന്ന രീതിയിൽ ചെയ്തിട്ടെടുക്കരുത്, ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് തന്നെ 2 പോക്കറ്റ് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അധികം വലിപ്പത്തിൽ ഉണ്ടാകില്ല, മിനി പോക്കറ്റായിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ കട്ട് ചെയ്ത് പോക്കറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിംഗ് ആക്കി കൊടുക്കുക. ഒരു പോക്കറ്റ് എടുക്കുക, ഇതിലേക്ക് കുറച്ച് അധികം തന്നെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. കുറച്ച് അധികം ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഇതുപോലെ ഒരു പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലതും ഇതേ രീതിയിൽ ചെയ്തിട്ടെടുക്കാം. എല്ലാ പോക്കറ്റ്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് കുറച്ച് അധികം തന്നെ പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ക്രീമി ഫ്ലേവറാണ് ഇതിന് ഉണ്ടാകുക. പിന്നെ ക്രീമി പാസ്തയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫില്ലിങ് ഇഷ്ടമാകും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കറ്റ് ഷവർമൻ്റെ ഫില്ലിങ്ങും ഇതുപോലെ ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്